Defense start here. Bob and weave. Bob and weave. Shadow box. Back. Switch. Yeah. Defense. Keep going. Stay. Jojo. Same. Long punches. എങ്ങോട്ടാ? ഞാൻ പോണ സ്ഥലത്തേക്ക് തന്നെയാണോ? നീ ആ പച്ച തൊപ്പിനെ കണ്ട? പച്ചനെ കണ്ട് ബ്ലാക്കിനെയും കണ്ട്. ആ ബ്ലാക്കിനെ പിടിച്ചോ. പച്ചനോട് എനിക്ക് ക്രഷായടാ. ഓ ഫ്രഷി. നിനക്ക് ഇത്രയും കിട്ടിയൊന്നും പോരെ? എടാ, ആൾക്കാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു തെറ്റാണോ വലുത്? ഞാൻ അവര് സ്നേഹിക്കുന്നല്ലേ ഉള്ളൂ, ഉപദ്രവിക്കുന്നില്ലല്ലോ. തെറ്റൊന്നുമില്ല, പക്ഷെ നാട്ടിൽ ഇന്നൊരു പേര് പറയും. വെള്ളം കുടിക്കാൻ മറക്കണ്ട. അഷറഫ് ആലപ്പുഴയിലത്തെ പിള്ളേരാണ്, ഞങ്ങള് വലിയ ഫാൻസ് ആണ്. കാണാൻ സലീമ വന്നിട്ടില്ലേ? ഇല്ല, ഷംസുഖ് ഉണ്ട്. ഓ വെയിങ് കഴിഞ്ഞ? കഴിഞ്ഞിക്ക. അപ്പൊ നല്ല പ്രാക്ടീസ് ചെയ്യും. Hey out girls, especially you. എന്താ പൊളിക്കല്ലേ നമ്മള്? എന്ത്? അല്ല, ചാമ്പ്യൻഷിപ്പ് നമുക്ക് അടിക്കണ്ടേ? അത് ഞങ്ങൾ ജയിച്ചോളാം. ആദ്യം നിങ്ങൾ പോയി ജയിച്ചു കാണിക്കും. മോടാ എവിടെ നിന്ന് ഇത്ര ജാടാ? ഡിസ്ട്രിക്ട് ജയിച്ചിട്ടാട്ടോ നമ്മളിവിടെ എത്തിയത്. ഹലോ, ഡിസ്ട്രിക്റ്റില് നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയെന്ന് ഞങ്ങൾ കണ്ടായിരുന്നു. തൊങ്ങിക്കളി അല്ല, ബോക്സിംഗ്. അപ്പൊ നിനക്ക് എന്നെ അറിയാം. അവളെന്റെ ഗെയിം കണ്ടിട്ടുണ്ട്. ചുമ്മാ ഷോടാ. ഈ തൊപ്പി വെച്ച നാങ്കര നിനക്ക്? വാടാ പോവാം. ചെന്ന വരിയൊക്കെ പഞ്ചേണേലും പഠിക്കും. ഷിഫാസേ, എങ്കിൽ നമുക്ക് കാണാം ആലപ്പുഴക്ക് വേണ്ടി കപ്പടിക്കാൻ പോകുന്നത് നിങ്ങളാണോ ഞങ്ങളാണോന്ന്. കാണാം. നിന്നെ കൊച്ചാക്കല്ലേ? കൊച്ചാക്കി ദേ ഇത് ഇവിടെ നിൽക്കാണ് ഞാൻ. എന്നാ കൊച്ചു ചെല്ല്. ഷിഫാസേ, ഒരു പഞ്ചടയിലോ വിലക്ക് വരും. കാണാം. എന്താടാ ഒന്ന് പതറിയല്ല? അവൻ അക്ബർ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിട്ട് തോൽപ്പിച്ചാനാട്ടാ. ക്ലാസ് ആണ്, നമ്മള് നല്ല കലക്കം മാച്ചായിരിക്കും. എനിക്ക് മാത്രം എന്തിങ്ങനെ? എന്താടാ? അതാ അക്ബർ ബ്രോ. സലു ചേട്ടാ, ഹരി ആ ബ്ലൂ ജേഴ്സി ഉണ്ടോ? അതാണ് ഹരി. അവൻ നിന്നെ കവലിൽ അടച്ചേ ചത്തു. നീ ചക്കരക്കുട്ടന്റെ നീ കണ്ട? ഞാൻ നോക്കിയില്ല. വാ കാണിച്ചുതരാം. സൗത്ത് ഇന്ത്യൻ ലെവലിൽ കേരളത്തിന് വേണ്ടി ഇടിച്ച് ജയിച്ചവനാണ്. 2 times സ്റ്റേറ്റ് ഗോൾഡ് മെഡൽ വിന്നർ. 180 punches in 30 seconds. 110 പുഷപ്പ് ഇൻ 1 minute. നമ്മള് വെയിറ്റ് കൊടുക്കാൻ നോക്കിയപ്പോ കണ്ടായിരുന്നു. പേടിക്കണ്ട, ഹൈറ്റ് അഡ്വാൻറ്റേജ് നിനക്കനെ. പക്ഷേ അടുപ്പിക്കണ്ട. അടുത്ത നീ തീർന്നു. പിന്നെ ആചാരവടി ശവടക്ക്. അതെ, ഞാൻ നോക്കിക്കോളാം. പിന്നെ നീ എണക്കത്തി കൊണക്കാൻ നിക്കണ്ടേ? അളി ചണ്ഡീഗഡൊക്കെ എന്തോന്ന്, അതൊക്കെ നമ്മുടെ പഞ്ചാബ്. അളി അവിടുത്തെ പെമ്പിള്ളാരെന്ന് പറഞ്ഞ നമ്മള് വീണാലും അടിച്ചടിച്ച് നിക്കും. അതാണ് പവർ. കോച്ച് താരുടെ പാടാ വരുന്നേ? ഇതാണ് നമ്മുടെ റൂം. വാളിയ ആംഗ്രി. നീ എന്താ ഇവിടെ? ഞാനീ പിള്ളേരായിട്ട് വന്ന ആലപ്പി കോച്ച്. ഇപ്പണി ആരാ നിന്നെ ഏൽപ്പിച്ച്? സലീം കാ. എന്നിട്ട് സലീം എവിടെ? ഒഫീഷ്യൽസിന് എല്ലാവർക്കും വരാം, സലീം വന്നിട്ടില്ല. സലീമിന് വയ്യ. നീ നോക്കിക്കോ, ഈ ഫെഡറേഷന്റെ ഗേറ്റ് സലീം കിടക്കൂലെന്ന് ഞാൻ ഉറപ്പാക്കും. ആരടാ ഗുണ്ടകൾ ഉണ്ടാക്കലല്ല ബോക്സിംഗ്. നാട്ടിലെത്തിയ എന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ? ഞാനവിടെ വരാൻ വേണ്ടി. ഉത്തം സിംഗ് ആരാന്നറിയോ നിനക്ക്? അദ്ദേഹത്തിന്റെ കരിയർ റെക്കോർഡ് എന്താണെന്നറിയോ? യുദ്ധം സിംഗ്. അങ്ങനെ വന്ന് നിന്നോട് 2 തമാശ പറഞ്ഞാ നീ കയറി അങ്ങ് ഇടിക്കോ? നീ ആരെയും കയറി ഇടിക്കോ? എന്നാ നീ എന്നെ ഇടിക്കടാ, ഇടിക്ക്. എന്നിട്ട് അവൻ കോച്ചാവാൻ നടക്കുന്നു. കോച്ചാവാനൊന്നല്ല നീ നടക്കേണ്ടത്. ആദ്യം പോയി നീ നല്ലൊരു ഡോക്ടറെ കാണും.
ഇയാൾക്ക് എന്താ പേയാണോ? മിക്കവാറും എനിക്കിളകുന്നാണ് തോന്നണത്. മനസ്സിലായ? ദേഷ്യം എല്ലാവർക്കും വരും. അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. ജോഷ, അടുത്ത കാലത്തൊന്നും നീ റിങ്ങി കയറൂല എന്ന് ഞാൻ ഉറപ്പാക്കും. ഈ പിള്ളേരെയും കൂട്ടിയല്ലേ നീ വന്ന് കിട്ടാനുള്ളൊക്കെ വാങ്ങിച്ച് വേം വിട്ടോ. അയാളെന്താ നമുക്കിട്ട് താങ്ങിയത്? തനി തന്ത വൈബ്. അളിയ അത് വിട്. വിട്ടടാ. സാറൊന്നും മൂടാണ്. അളിയൻ കയറി വരും, എനിക്ക് ഉറപ്പല്ലേ. പിന്നെ ഒരു കാര്യം പറയണോണ്ട് അളിയനൊന്നും തോന്നില്ലേ. യവന്മാരെ പോലെ എടാ മനം പോയി. ഓക്കല്ലേ ഓക്കെ എല്ലാം തോന്നുന്നു. പുറത്തുനിന്നുണ്ടല്ലോ. ഇപ്പൊ വരാം. വളരെ ധീരമായ പോരാട്ടത്തിനൊടുവിൽ ആലപ്പുഴയുടെ ക്രിസ്റ്റഫർ വീണിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ ജോൺ. വോളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് എത്രയും വേഗം സ്റ്റേജിലെ ഷർദിൽ ക്ലീൻ ചെയ്യുക. അടുത്ത മാച്ച് ഉടനെ ആരംഭിക്കേണ്ടത്. ഇതൊക്കെ എന്തിനാണ് വിളിച്ചു പറയണത്? അല്ല, അവന് ബോധമുണ്ടോ? ബോധമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വേഗം കൊണ്ടോ. അടുത്ത മത്സരം ഉടനെ ആരംഭിക്കുന്നു. മോനെ പേരെന്താ? മോനെ ഇങ്ങോട്ട് നോക്ക്. അമ്മച്ചി, അപ്പച്ചൻ എന്താ അമ്മച്ചി എന്നോട് മിണ്ടാത്ത? അമ്മച്ചില്ലടോ, ഡോക്ടറാണ്. അങ്ങേരെന്താ എന്നിതുവരെ കേൾക്കാൻ പോലും ശ്രമിക്കാത്ത? ചെറുതായിട്ടൊന്ന് കിളി പോയി തോന്നുന്നുണ്ട്. അതടവാണ്. മതി എണീറ്റ്. അപ്പച്ചൻ നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വിരോധം? എന്നെ നിങ്ങൾ ഉപ്പ് കൊടുത്ത് വാങ്ങിച്ചാണെങ്കിൽ അത് പറ. കുഞ്ഞല്ലേ, നിങ്ങൾക്ക് എന്നോ സ്നേഹിച്ചു. മതി എണീറ്റ്. കോച്ചന്റെ മാച്ചായോ? എന്റെ ഒപ്പോണന്റ് എവിടെ? എനിക്കാണ് ഇടിച്ച് പരത്തണം. എടാ പൊട്ടെ, നീ കളിയും തോറ്റ അവനെ വിധ വാളം വെച്ചാ വന്നേക്കണം. നിന്റെ ഷർട്ടിലോട്ട് നോക്ക്. ഇനി പുറത്തിറങ്ങാത്തതാണ് നല്ലത്. ഇടിയൊക്കെ കഴിഞ്ഞടാ. കുഴപ്പമില്ല, തോൽവികളിൽ നിന്നാണ് ചാമ്പ്യന്മാരുണ്ടാവുന്നത്. ലെജൻസ് ഒക്കെ എങ്ങനെയാ അല്ലേ കോച്ച്? നീ ഇനി 5 ഡയലോഗ് അടിച്ച് എന്റെ മുഖം അടിച്ച് പൊളിക്കും ഞാൻ. കോച്ച് ഞാൻ അടുത്തത് പൊളിക്കും. അടുത്ത മാച്ച് ഞാൻ അടുത്ത വർഷം. അവനെ കുറ്റം പറയാൻ പറ്റില്ല. കഴിഞ്ഞ പോലെ ഇതേ അനുഭവം ഞാൻ അനുഭവിച്ചതാ. ഞാൻ ട്രോമ ചുമന്നോണ്ടിരുന്നോ? അവന്റെ അപ്പുറത്തെ കെട്ടിൽ കിടക്കാം. മനസ്സിലായ? മാതാവേ, അവൾമാരെ തോൽപ്പിച്ചേക്കണേ. ഈ റൗണ്ടിൽ അവള് വീഴാണെന്നുണ്ടെങ്കിൽ ആർത്തുങ്ക പള്ളിയിൽ ഒരു ഉരുൾ നേർച്ച, അതിന് നമ്മൾ പോട്ടോ. നമ്മളാ 52 കിലോ കാറ്റഗറിയിൽ തൃശ്ശൂരിന്റെ ആർദ്രയുടെ തകർപ്പൻ വിജയം. ഹലോ, ഒന്ന് കേറിട്ട് വരുന്നില്ലേ? അകത്തൊരാള് കിടപ്പില്ലേ? ആദ്യം അവൻ ഇറങ്ങട്ടെ. അയ്യോ, അതവന് ഗ്യാസ് കയറിയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ മറ്റവനെ ഇടിച്ച് കൊന്നേനവൻ. കൊടുക്കാൻ പറ്റുമോ? അതിന്റെ ഇടയിൽ നിന്റെ ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് ഇത് എത്ര ആൾക്കാർ കണ്ടോന്നറിയോ? എന്റെ ഫ്രണ്ട്സ് വന്നു. അവന്റെ ഒരു പ്രോ ബോക്സിംഗ്. ഷിഫാസേ, എന്നാലും എവിടെയാടാ നമുക്ക് പാളിയത്? ഇന്ന് നിനക്ക് എന്താണ് പറ്റിയത്? ആഹാ, വന്നൊന്ന് എല്ലാവരും കൂടെ ഉണ്ടല്ലോ. നിങ്ങളുടെ ടീമിൽ ഇനി ബാക്കി എത്ര പേരും കൂടെ ഉണ്ട്? എന്താ ഡോക്ടറെ? അല്ല, അങ്ങനെ പറയായിരുന്നെങ്കിൽ നമുക്ക് അഡീഷണൽ ബെഡ് അറേഞ്ച് ആയിരുന്നു. അതെന്നെ വെച്ചതാ. അതാ നല്ലത്. വെറുതെ അതിന്റെ മേളിൽ പോയിരിക്കുന്നതിൽ നല്ല ഇവിടെ വെറുതെ ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യുന്നതല്ലേ അല്ലേടാ? അതെന്നാടാ നല്ലത്. ഇനി എല്ലാവർക്കും അതന്നെ നല്ലത്. എടേ, വന്നവനും പോയനൊക്കെ കളിയാക്കിയപ്പോ എല്ലാവർക്കും സന്തോഷായില്ലേ? ഇനി ഡോക്ടർ കൂടെ കളിയാക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. കോച്ച്, ഞാൻ അതല്ല ഉദ്ദേശിച്ച കോച്ച്. ഡോക്ടർ ഇരുന്നുള്ളൂ, ഡോക്ടറോടല്ല. എടാ, നിന്റെ ഒക്കെ വാഗോണ്ടിലായിട്ട് റിങ്ങിന്റെ അകത്തല്ലേ കാണിക്കണ്ടേ? എടാ, നിങ്ങൾ എന്നെ കൂടെ അല്ലേ നാണം കെടുത്തുന്നത്? എടാ, ഞാനിവിടെ വന്നപ്പോഴൊക്കെ മെഡലും അടിച്ചിട്ട് അവിടുന്ന് പോയിട്ടുള്ളൂ. അതും ഗോൾഡ് 2 കോച്ച് പ്ലീസ്. ഡോക്ടറോടല്ല, ഒരു നാഷണൽ പ്ലെയർ ആയ ഞാൻ നിങ്ങളൊക്കെ കോച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു ഷാഡോ എങ്കിലും നിങ്ങൾ പുറത്ത് കാണിച്ച. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ ചുരുങ്ങിയത് അതിനുവേണ്ടി പണിയെടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കരുത്. കോച്ച് കാം ഡൗൺ. ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ബാക്കി നമ്മൾ ഇത്ര ആൾക്കാരുണ്ട്, ജയിച്ചിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. അതെ, അങ്ങനെ ഉറപ്പിച്ചാ മിനിമം നല്ലൊരു ഗെയിം എങ്കിലും നമുക്ക് കളിക്കാൻ പറ്റും. മനസ്സിലായ? നീ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ കളിക്കാനുള്ളത്? അടുത്തത് ഞാൻ. കോച്ച്, നീ അവിടെ തന്നെ ഇരുന്നോ. എന്നാ നമുക്ക് പുറത്തുപോയി നല്ലൊരു ഗെയിം എങ്കിലും കണ്ടല്ലോ. വാ കോച്ച്.
സംഭവം നമുക്ക് തെറ്റുപറ്റിയാ. സംഭവം പെണ്ണേഴ്സ് തന്നെയാണ്. കാര്യം നമ്മൾ പ്രാക്ടീസ് ഉഴപ്പി 2 വീഴുകയും ചെയ്തു. പക്ഷെ ഈ സ്റ്റേറ്റ് ഗോൾഡ് എന്നുള്ള ഷോ ഓഫ് അതിവിടെ ഇറക്കേണ്ട എന്താ ആവശ്യമുള്ളൂ അല്ലേ? എന്തായാലും നമ്മളെ കേൾപ്പിക്കാനല്ല. ഇനി മറ്റേ കോച്ചിന്റെ കിട്ടിയ 2 വാക്ക് കൂടി അറിഞ്ഞാ മതി. പുള്ളി നമ്മള് വിചാരിച്ച പോലെ അല്ലട്ടാ. ചോദിച്ചോ എന്താ? എടാ ആലപ്പുഴ ഗേൾസ് ടീമിലെ ഇന്ദു തോറ്റാ, ജയിച്ചു. പിന്നെ അവിടെ ചെന്ന് അധികം വലിയ മൈൻഡൊന്നും ആർക്കും കൊടുക്കാൻ നിൽക്കണം നിങ്ങൾ. ഓക്കെ, നമ്മൾ ഒരേ ജില്ലക്കാരായതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചെല്ലുന്നു, കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അല്ലേക്കാ ഞങ്ങള് ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാൻ. എന്നാ വേഗം പറഞ്ഞോ. കൺഗ്രാറ്റ്സ്. ബോക്സിംഗിൽ സ്ലിപ്പ് മാത്രമല്ല ഹുക്കും അപ്പർ കട്ടൊക്കെ ഉണ്ട്. ഒന്ന് കാണിച്ചു തരൂ. വൈ നോട്ട്? You have to keep it tight, okay? Ready? Touch glove. Ready? Double one right hook. Soft. പോവാ? എന്താടാ പോവല്ലേ? ഓ, അവന്റെ ഫൈറ്റിന് സമയമായില്ലേ? ഓ സോറി, എനിക്ക് എന്റെ നെക്സ്റ്റ് ഫൈറ്റർ പ്രിപ്പയർ ചെയ്യാൻ സമയമായി. സോ ഐ ഹാവ് ടു ഗോ. പ്രാക്ടീസ് നടക്കട്ടെ. ഓക്കെ ചാമ്പ്. അടുത്ത മത്സരം റഫറിംഗ് ചെയ്യാനായി സിറ്റി പോലീസ് കമ്മീഷണറും മുൻ നാഷണൽ ലൈറ്റ് വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനുമായ ശ്രീ ആൻഡ്രൂസ് ക്ലാസൻ സാർ എത്തിച്ചേർന്നിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു ദി റിംഗ് സാർ. കോച്ചേ, നിങ്ങളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താണ്? അവൻ അകത്ത് കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുക. എന്താ ദൈവം കേട്ടോ പ്രശ്നം? ഫൈറ്റിന് ഇറങ്ങാനുള്ളതാണ്. പണ്ടങ്കാണ്ട് ഒരു ഇടിയിട്ട് എന്ന് പറഞ്ഞേ. ഇങ്ങനെയുണ്ടോ പിള്ളേർക്ക് പേടി? കോച്ച്, കോച്ചിനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് പോയി കൂടായിരുന്ന? ഞാനിത് എത്രയെന്ന് വെച്ചിട്ടാ മോട്ടിവേറ്റ് ചെയ്യുന്നേ? ആണോ? മോട്ടിവേഷൻ ആയിട്ടില്ല, ചീത്ത ആയിട്ടില്ല, ഡാർക്കും ആണ് മൊത്തത്തില്. ഒരു വഴിയുണ്ട്, ഒത്താ ഒത്ത്. ബാ, അതെന്തായാലും നന്നായിട്ട് കിരണേ. കോച്ചിനങ്ങനെ പലതും പറയാ. റിങ്ങി കയറി ഇടികൊള്ളുന്നത് നമ്മളല്ലേ. ഇനിയിപ്പൊ നീ റിങ്ങി കയറിയിട്ട് നിനക്ക് ഇടികൊള്ളുന്നത് ഞങ്ങൾ കണ്ടുവെക്കാന്നല്ലാതെ വേറെ ഒന്നും നടക്കാനില്ല. അല്ലടാ? അല്ല, കാര്യവൻ കമ്പി വലിഞ്ഞു കയറാനൊക്കെ എടുക്കണമെങ്കിലും ബോക്സിംഗ് അതിനല്ലല്ലോ, അതിന് സ്കില്ല് വേണ്ടേ? ആ അക്ബറിനെ കണ്ടാലറിയാം, അവൻ ജനിച്ചത് ഇടിച്ച് പൊളിക്കാൻ വേണ്ടിട്ടാണ്. ടെർമിനേറ്റർ പോലെ ഇരിക്കണത്. ബ്രോ, ആക്ച്വലി ഇടി കൊള്ളുമ്പോഴൊന്നും അല്ല ശരിക്കുള്ള പെയിൻ. നമ്മള് തോറ്റിട്ട് റിങ്ങിന്ന് ഇറങ്ങുമ്പോ ചിലരുടെയൊക്കെ ഒരു നോട്ടം ഉണ്ട്. പ്രായത്തിലെന്റെ ബോധം പോയോണ്ട് അതൊന്നും അനുഭവിക്കേണ്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇവനെ മനസ്സിലാവൂടാ. മര്യാദക്ക് ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു ചെക്കനാണ്. റിങ്ങിൽ കയറി ഒരുത്തന്നെ ഇടിക്കാനുള്ള ധൈര്യം ഇവനുണ്ടെങ്കിൽ ഇവൻ ഇത്രയും നാള് വെർജിനായിട്ട് നടക്കോ? ഇല്ലല്ലോ. നമുക്കിത് വിട്ടേക്കാടാ. നമുക്ക് അടുത്ത ആലപ്പി എക്സ്പ്രസ് പിടിക്കാം, അല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോണില്ല. ഇട്ടേളടാ, നിനക്കൂടെ നടക്കുന്നോന്നല്ല. നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാലോ. എന്നാലും ഇങ്ങനെ തോൽക്കാനാണല്ലോ നമ്മുടെ വിധി എന്ന് ആലോചിക്കുമ്പോ മച്ചാനെ, ഇതൂടെ കഴിച്ചോ. വേറെ എന്ത് വേണേലും പറഞ്ഞാ മതി കേട്ടോ. പറ ഡീജെ, എന്താണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്? പറ സമീർ, അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ വലിയ കഥ പറയാൻ നിൽക്കണ്ട, കാര്യത്തിലേക്ക് വാ. കാര്യം പറഞ്ഞ അവൻ സൗത്ത് പോവാണ്. അവൻ സൗത്ത് പോവാണ്, അത്രല്ലേ ഉള്ളൂ. കോച്ച്, സമീർ സൗത്ത് പോവാണ്. അതെ. അല്ല, ശരിക്കും ഈ സൗത്ത് പോ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് വലിയ അറിയില്ല. എടാ, അതൊന്നുമില്ല. നമ്മൾ റൈറ്റ് ഹാൻഡ് ഓർത്തഡോക്സ്, അവൻ ലെഫ്റ്റ് ഹാൻഡ് സൗത്ത് പോ. അവന്റെ ലെഫ്റ്റ് ഹാൻഡിനായിരിക്കും പവർ, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യമുണ്ട് കോച്ച്. അവസാനത്തെ കൊല്ലം ജില്ലയായിട്ടുള്ള മാച്ച് ഇഞ്ചോടിഞ്ചിടിച്ച് പൊരുതിയാണ് നമ്മൾ തോറ്റിട്ടുള്ളത്.
ഇനി അടുത്തത് നമ്മുടെ കുട്ടിക്കൊമ്പന്റെ മാച്ചാണ്. അതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമുക്ക് നേടിയേ പറ്റുള്ളൂ അല്ലടാ. എടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടകൈനാന്നല്ലേ ഉള്ളൂ. അത് ഞാൻ നോക്കല്ല. അങ്ങനെയല്ല ദീപകേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിങ്ങനെ അനാഥരായിട്ട് നടക്കേണ്ടവരല്ല. നമുക്ക് ഇവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു കാരണവരും ഉണ്ട്. നമ്മൾ ഒന്നായേ പറ്റുള്ളൂ ഇനി. അല്ല ചെറുതെ? അതെ. ആലപ്പുഴ ടീം ഒന്നിക്കാൻ തീരുമാനിക്കും. അതിന് ആലപ്പുഴ ടീം എപ്പോഴും പിരിഞ്ഞ്. അയ്യോ അങ്ങനെയല്ല, ഇനി മുതല് ഞങ്ങളുണ്ടാവും ഇവിടെ എല്ലാത്തിനും. അത് നല്ല കാര്യം. അല്ലക്ക ചെറിയൊരു അനുഗ്രഹം കിട്ടിയ കൊള്ളായിരുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി, ഡിഫൻസ് ശ്രദ്ധിക്കണേ. കൊച്ചിയിലെ സമീറായിട്ടല്ലേ? അവന്റെ ലെഫ്റ്റ് പഞ്ച് കിട്ടാണ്ട് നോക്കോ. എന്താ അങ്ങനെ? വാങ്ങിച്ചു നോക്ക, അപ്പ അറിയാം. സ്ട്രെച്ച് ചെയ്യാം. വാടാ വാടാ മച്ചാനെ, നിങ്ങളുടെ ലാസ്റ്റ് മാച്ച് ദീപകിന്റെ കൂടെ അല്ലേ? നീയൊക്കെ എന്തായാലും ബുദ്ധിയില്ലേ? അതങ്ങനെ ഇരിക്കട്ടാ. വെറുതെ എന്തിനാടാ നമ്മുടെ സമീറിനെ കൊണ്ട് ഇപ്പൊ പണിയെടുപ്പിക്കുന്നത്? ദീപകിനോട് പറഞ്ഞു വോക്കോർ മേടിച്ച് നാട്ടിൽ പോയി ചില്ലിയടാ. പിന്നല്ലാണ്ട്. അയ്യോ ചേട്ടാ, നിങ്ങൾക്ക് ഇതൊരു 5 മിനിറ്റ് മുമ്പ് വന്ന് പറഞ്ഞുകൂടിയായിരുന്നു. ഞങ്ങൾ ഇപ്പൊ തീരുമാനം എടുത്തതേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടിയിട്ട് മാറി. ഇനി അതെല്ലാം ബാക്കിയുള്ളവർ തന്നെ തിരിച്ചിട്ട് കൊടുക്കാന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. ഇനി ഇതിപ്പോ എന്താ ചെയ്യാ? നിങ്ങളാണെങ്കിൽ ഇത് വന്ന് പറയുകയും ചെയ്തു, ഞങ്ങളാണെങ്കിൽ കേൾക്കുകയും ചെയ്ത്. പിന്തള്ളി എറണാകുളം നിലവിലെ പോയിന്റ് നിലയിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. എടാ കൊറേ നേരായില്ല ഇവിടെ നാണം കെട്ടിരിക്കണ്. ഞാൻ പോവാണ്. എടാ ജോജോ, നീ വേണ്ടിണ്ടാ? എടാ കോച്ചിനെ വിളിച്ചിട്ട് കിട്ടിയാ? വിളിച്ചെടുക്കണ്ടേ? എടാ ഇത്രയും പേരൊക്കെ കൂടി പണി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കായാലും വിഷമം വരും. അങ്ങേര് പുറത്തെങ്ങാനും കാണും. ഞാൻ പോവാണ്. ഇറങ്ങല്ലേ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ നിന്ന് എടുത്തോണ്ട് വന്നടത് കൊണ്ട് കളത്. ഇപ്പൊ ആവശ്യം കഴിഞ്ഞപ്പോ അങ്ങനെ ആയപ്പോ ദീപകേട്ടാ പോവാം. വാ പോ. പോവാണല്ലേ? ആലപ്പുഴ കാണാം. 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 ഞങ്ങള് പോവാണേ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ അത് ഇപ്പോഴല്ല, പിന്നെ പറയാം. പിന്നെ ആയാലും പറയണ്ട ജോജോ. കം ഓൺ പ്ലീസ്. അല്ല, എങ്ങനെയുള്ള ഒരു ബോയ് ഫ്രണ്ടാണ് നട്ടാഷയുടെ മനസ്സിൽ ആഗ്രഹം? പറയണോ? പ്ലീസ്. നിങ്ങളുടെ ദീപകേട്ടനില്ലേ? ഓഫ് കോഴ്സ്, ഹീസ് എ നൈസ് ചാ. അപ്പൊ ഓക്കെയല്ലേ? കാണാം. ശരി, അപ്പൊ സീ യു. കാണാം. ബൈ. ബൈ. ആലപ്പുഴ പോകാം. ചെറുനെ ഇല്ലടി, തോറ്റ്. ഇടി കൊണ്ട് 5ാമത്തെ സെക്കൻഡ് ആയപ്പോഴേക്കും എന്റെ വരെ ബോധം പോയി. പിന്നെ മറ്റുള്ളവന്മാരുടെ കാര്യം പറയണ്ടല്ലോ. വലുതിന്റെ മുഖുരത്തിന് ഇടിച്ച് പൊളിച്ച് അവന്റെ പോയ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ചെറുതോ? ചെറുതാ? അയ്യോ ചെറുതുണ്ടടി. ഞാനിപ്പോ വിളിക്കട്ടാ. ഡീജെ, നമുക്കങ്ങനെ എല്ലാവർക്കും തിരിച്ചു പോകാൻ പറ്റുമോ? നമ്മളെല്ലാവരും തോറ്റിട്ടില്ലല്ലോ. ഇവൻ ചെറുത്, അവൻ ജയിച്ചവനല്ലേ? എടാ ജോജോ, നിനക്ക് മതിയായില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ദീപകേട്ടാ, അവസാനത്തെ ഒരു ഇടിയെങ്കിലും നമുക്ക് തിരിച്ചടിക്കണ്ടേ? ഇപ്പൊ നമ്മൾ ഇട്ടിട്ട് പോയാ ഇടി കൊണ്ട് പേടിച്ചവന്മാരെ പോലെ ആവും. ആ ചീത്ത പേര് നമുക്ക് വേണോ? എടാ ഇനി തിരിച്ചു പോയി നാണം കിടന്നോ? ചെറുതെ, നാണം കെട്ട് നിൽക്കുന്ന നമ്മുടെ ആലപ്പുഴക്ക് വേണ്ടി, നിന്റെ സക്കറിയ ബസാറിന് വേണ്ടി, നമ്മുടെ ജിങ്കാനയ്ക്ക് വേണ്ടി ഇനി റിങ്ങിലടിച്ച് ചാവണ്ടി വന്നാലും നീ ഇടിക്കൂലേ? ഇടിപ്പിക്കണ്ടാ നമുക്ക്. നമ്മളിടിക്കും. ഇടിക്കൂടാ. അപ്പൊ കോച്ചോ?